പ്രതീക്ഷയോടെ നോക്കുന്ന ഹോർമൂസ് കടലിടുക്കിലെ പ്രതിസന്ധി വിഴിഞ്ഞത്തിന് തുറന്നു കൊടുക്കുന്നത് കോടികളുടെ സുവർണാവസരമാണ്. ദുബായ് തുറമുഖത്തേക്ക് പോകാനാകാതെ 100ഓളം കൂറ്റൻ മദർഷിപ്പുകൾ വിഴിഞ്ഞം തീരത്ത് ബർത്തിനായി കാത്തു നിൽക്കുന്ന കാഴ്ച ആഗോള ഷിപ്പിംഗ് ചരിത്രത്തിലെ തന്നെ വലിയൊരു മാറ്റത്തിന്റെ സൂചനയാണ്. പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾക്കിടയിൽ ഹോർമൂസ് കടലിടുക്ക് അടയ്ക്കപ്പെട്ടതോടെ ആഗോള കപ്പൽ ഗതാഗതത്തിന്റെ ഗതി തന്നെ മാറുകയാണ്. രാജ്യാന്തര കപ്പൽ ചാലുകളിൽ നിന്ന് വെറും 10 നോട്ടിക്കൽ മൈൽ മാത്രം അകലെയുള്ള വിഴിഞ്ഞം മുംബൈയെക്കാളും മുന്ദ്രയെക്കാളും കപ്പൽ കമ്പനികളുടെ പ്രിയപ്പെട്ട ഇടമായി മാറിക്കഴിഞ്ഞു. എന്നാൽ ലോകമെമ്പാടുമുള്ള വമ്പൻ കമ്പനികൾ വിഴിഞ്ഞത്തേക്ക് ഒഴുകുമ്പോഴും ഒരു വലിയ പരിമിതി നമ്മെ തടയുന്നുണ്ട്. എന്തുകൊണ്ടാണ് വരി നിൽക്കുന്ന ഈ കപ്പലുകൾക്കെല്ലാം ഇടം നൽകാൻ വിഴിഞ്ഞത്തിന് കഴിയാത്തത്? നമുക്ക് നോക്കാം. ഹോർമൂസ് അടച്ചതോടെ വിഴിഞ്ഞത്തിന് സാധ്യതകൾ തുറന്നു. വിഴിഞ്ഞത്ത് ബർത്ത് ചോദിച്ച് 100ഓളം കപ്പലുകളാണ് കാത്തുകിടക്കുന്നത്. വിവിധ രാജ്യങ്ങളിലേക്കുള്ള 8 ഷിപ്പിംഗ് കമ്പനികളുടെ 100ഓളം കപ്പലുകളാണ് ദുബായ് തുറമുഖത്തേക്ക് പോകാൻ കഴിയാതെ വിഴിഞ്ഞത്ത് അടുപ്പിക്കാൻ അനുമതി തേടിയത്. രാജ്യാന്തര ഷിപ്പിംഗ് റൂട്ടിൽ നിന്ന് 10 നോട്ടിക്കൽ മൈൽ അടുത്താണ് വിഴിഞ്ഞം തുറമുഖം. അതേസമയം മുംബൈ മുന്ദ്ര തുറമുഖങ്ങളിലേക്ക് മണിക്കൂറുകളുടെ അധികയാത്ര വേണ്ടിവരും. പക്ഷെ കാര്യമില്ല, സ്ഥലക്കുറവ് മൂലം ഇത്തരം അവസരങ്ങൾ കൃത്യമായി ഉപയോഗപ്പെടുത്താൻ കഴിയുന്നില്ലെന്ന പരിമിതി മാത്രമാണ് നിലവിൽ വിഴിഞ്ഞത്തിനുള്ളത്. യൂറോപ്പ്, തെക്കേ അമേരിക്ക, ചൈന, സിംഗപ്പൂർ എന്നിവിടങ്ങളിൽ നിന്നാണ് പ്രധാനമായും വിഴിഞ്ഞത്തേക്ക് കപ്പലെത്തുന്നത്. അതുകൊണ്ട് തന്നെ പശ്ചിമേഷ്യൻ പ്രതിസന്ധി മൂലം 1 മണിക്കൂർ പോലും വിഴിഞ്ഞത്ത് ബർത്ത് ഒഴിഞ്ഞു കിടക്കുന്ന സാഹചര്യം ഉണ്ടായില്ല. നിലവിൽ 800 മീറ്റർ ബർത്തും 36,000 TEU യാർഡുമാണ് വിഴിഞ്ഞത്തുള്ളത്. ഹോർമൂസ് പ്രതിസന്ധിയെ തുടർന്ന് നിരവധി കപ്പൽ കമ്പനികൾ മദർഷിപ്പുകൾ ഉൾപ്പെടെ വിഴിഞ്ഞത്ത് അടുപ്പിക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചെങ്കിലും ബർത്തും യാർഡും ഒഴിവില്ലാത്തതിനാൽ അനുമതി നൽകാൻ കഴിയാത്ത അവസ്ഥയാണ്. വിഴിഞ്ഞത്ത് കൂടുതൽ സ്ഥലമുണ്ടായിരുന്നെങ്കിൽ കോടിക്കണക്കിന് രൂപയുടെ ബിസിനസ് നടത്താൻ കഴിയുമായിരുന്നു. 2ാം ഘട്ട വികസനം പൂർത്തിയായിരുന്നുവെങ്കിൽ വലിയ അവസരമായി പശ്ചിമേഷ്യൻ പ്രതിസന്ധി മാറിയേനെ. നിലവിലുള്ള 800 മീറ്റർ ബർത്തും 36,000 TEU യാർഡും ഒരു തരി പോലും ഒഴിവില്ലാത്ത അവസ്ഥയാണ്. മദർഷിപ്പ് അടുപ്പിക്കാൻ മറ്റിടങ്ങൾ ഇല്ലാത്തതിനാൽ ഹുണ്ടായി ഉൾപ്പെടെയുള്ള ഷിപ്പിംഗ് കമ്പനികളിൽ നിന്നാണ് ആവശ്യം വന്നിരുന്നത്. നിലവിലുള്ള 800 മീറ്റർ ബർത്തിൽ പരമാവധി 2 മദർഷിപ്പുകൾ അല്ലെങ്കിൽ 4 ഫീഡർ കപ്പലുകൾ മാത്രമേ ബർത്ത് ചെയ്യാൻ കഴിയൂ. അത് മുഴുവൻ MSC കമ്പനി ബുക്ക് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ മറ്റൊരു ഷിപ്പിംഗ് കമ്പനിയുടെ കപ്പൽ എടുപ്പിക്കാൻ സ്ഥലമില്ല. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ 13 ലക്ഷം TEU കണ്ടെയ്നറുകൾ തുറമുഖത്ത് കൈകാര്യം ചെയ്തു കഴിഞ്ഞു. 2027 ബർത്ത് 800-ൽ നിന്ന് 1200 മീറ്റർ ആക്കും. അപ്പോൾ 3 മദർഷിപ്പുകൾ ഒരേ സമയം ബർത്ത് ചെയ്യാൻ കഴിയും. 10,000 കോടി രൂപയാണ് അടുത്ത ഘട്ട വികസനത്തിനായി അദാനി ഗ്രൂപ്പ് ചെലവഴിക്കുന്നത്. പശ്ചിമേഷ്യൻ പ്രതിസന്ധി വിഴിഞ്ഞം തുറമുഖത്തിന്റെ അപാരമായ സാധ്യതകളെയാണ് ലോകത്തിനു മുന്നിൽ തുറന്നു കാട്ടിയത്. നിലവിലുള്ള സ്ഥല പരിമിതിക്കിടയിലും വിഴിഞ്ഞം ചരിത്രം സൃഷ്ടിക്കുകയാണ്. അദാനി ഗ്രൂപ്പ് ലക്ഷ്യമിടുന്ന 10,000 കോടി രൂപയുടെ 2ാം ഘട്ട വികസനം പൂർത്തിയാകുന്നതോടെ 3 മദർഷിപ്പുകൾക്ക് ഒരേ സമയം നങ്കൂരമിടാൻ സാധിക്കുന്ന വിശ്വസനീയമായ കേന്ദ്രമായി വിഴിഞ്ഞം മാറും. 2026ഓടെ വിഴിഞ്ഞം പൂർണ്ണശേഷി കൈവരിക്കുമ്പോൾ അത് കേരളത്തിന്റെ മാത്രമല്ല ഇന്ത്യയുടെ തന്നെ സാമ്പത്തിക ഭൂപടം മാറ്റിമറിക്കും. ലോകരാജ്യങ്ങൾ ബർത്തിനായി കാത്തു നിൽക്കുന്ന ഈ മണ്ണ് വരും കാലത്തെ ആഗോള വ്യാപാരത്തിന്റെ നിയന്ത്രണ കേന്ദ്രമായി മാറും. വിഴിഞ്ഞം തുറമുഖം ആഗോള സമുദ്ര വ്യാപാരത്തിന്റെ നട്ടെല്ലായി മാറാൻ സാധിക്കുമെന്ന് പശ്ചിമേഷ്യൻ പ്രതിസന്ധി തെളിയിക്കുന്നു. പ്രതിസന്ധികളെ അവസരങ്ങളാക്കി മാറ്റുന്ന ഈ കുതിപ്പ് കേരളത്തിന്റെ സാമ്പത്തിക ഭൂപടത്തെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്നതാണ്.